ഇന്റർനാഷണൽ കള്ളക്കടത്താണ് നടന്നേക്കുന്നത്. മറ്റൊരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് ഓടിക്കൊണ്ടിരുന്ന ഒരു വാഹനം മുമ്പ് നമ്മൾ സൂചിപ്പിച്ച മാതിരി ഇന്ത്യയിലേക്ക് കടത്തുന്നതിനോ കൊണ്ടുവരുന്നതിനോ TR ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ് വേണം, കസ്റ്റംസ് ഡ്യൂട്ടി പെയ്ഡ് റെസീറ്റ് വേണം. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇന്ത്യയിൽ ഒരു വാഹനം രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ടും അവിടുത്തെ RTO ചെക്ക് ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ. പ്രധാനപ്പെട്ട ഒന്ന്, ഇദ്ദേഹം ഇമ്പോർട്ട് ഡ്യൂട്ടി അടച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ആ ഇമ്പോർട്ട് ഡ്യൂട്ടിയുടെ നഷ്ടമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വരുന്ന ഏറ്റവും വലിയ ഭീമമായ നഷ്ടം. കാര്യം 160% 240% വരെ ഡ്യൂട്ടി ഉണ്ട് ഇതിന്റെ അടിസ്ഥാന വിലയിൽ നിന്നും. കാരണം ഇതിന്റെ ക്യൂബിക് കപ്പാസിറ്റി അനുസരിച്ചാണ് വാഹനങ്ങളുടെ ഡ്യൂട്ടി നിശ്ചയിക്കുന്നത്. അത് കൺട്രി ഓഫ് ഒറിജിൻ. ഇപ്പൊ ജപ്പാനിൽ ഉണ്ടാക്കിയ വണ്ടിയാണെങ്കിൽ അതിന്റെ അവിടുന്ന് കയറ്റിവിടുന്ന വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് എത്രയാണെന്നും കാലപ്പഴക്കത്തിന്റെ ബേസിസിൽ അത് എത്ര റെഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേമാതിരി ഏത് രാജ്യത്തു നിന്നും കൊണ്ടുവന്നാലും ടാരിഫ് ഒന്നാണ്. അതായത് 1500cc വരെ ഒരു കാറ്റഗറി, 2000cc വരെ മറ്റൊരു കാറ്റഗറി, എബോ 2000 മറ്റൊരു കാറ്റഗറി. ഇങ്ങനെയാണ് ക്യൂബിക് കപ്പാസിറ്റി വെച്ച് കൂട്ടുന്നത്. പിന്നെ വണ്ടിയുടെ ഷോറൂം വില, എക്സ്ഷോറൂം വില എത്രയാണ്. അപ്പൊ ഇതിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി ഭീമമായ തുക വരുന്നുണ്ട്. ഇപ്പൊ 1 ലക്ഷം രൂപയുടെ ഒരു വണ്ടി ഇന്ത്യയിലേക്ക് കടത്തുമ്പം 2 ലക്ഷത്തിൽ പരം രൂപ ഡ്യൂട്ടി അടയ്ക്കണം. അവിടെയാണ് ഇതിനകത്ത് വലിയ വെട്ടിപ്പ് കിടക്കുന്നത്. ആ ഡ്യൂട്ടി അടയ്ക്കാതെ കള്ളക്കടത്തിലൂടെ വന്ന് വ്യാജ രജിസ്ട്രേഷൻ നടത്തി വ്യാജ RC ബുക്ക് സംഘടിപ്പിച്ചിട്ട് കേരളത്തിലേക്ക് NOC വാങ്ങി റീരജിസ്റ്റർ ചെയ്യപ്പെട്ട വാഹനം പിടിച്ചെടുക്കുക തന്നെ വേണം. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾക്ക് ഭീതിപ്പെടുത്തുന്ന മറ്റൊന്നാണ് ഇതിനകത്ത് ആയുധ കള്ളക്കടത്ത്, ഈ പറഞ്ഞ മയക്കുമരുന്നിന്റെ കള്ളക്കടത്ത്, മറ്റ് സ്വർണം, മറ്റു രീതിയിലുള്ള എന്തെല്ലാം രീതിയിലുള്ള കള്ളക്കടത്ത് ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാകണം. കാര്യം ഒരു വണ്ടി CCP ഇല്ലാതെ, കസ്റ്റംസ് ക്ലിയറൻസ് പെർമിറ്റ് ഇല്ലാതെ മറ്റ് നൈബറിംഗ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ വലിയൊരു വീഴ്ച കേന്ദ്ര സർക്കാരിനും പറ്റിയിട്ടുണ്ട്. അവിടുത്തെ നമ്മുടെ ഇന്ത്യയിലെ RTOമാർക്കും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് വളരെ വ്യക്തമായിട്ടും വൃത്തിയായിട്ടും അന്വേഷിക്കേണ്ട ചുമതലയാണ് ഇപ്പോ ഈ പറഞ്ഞ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റും DRIയും NIAയും ഒക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. കൂടാതെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ 1998 മോഡൽ ഒരു ഫോർ എക്സാമ്പിൾ ആണ്. ലാൻഡ് ക്രൂസറിനെ 2025 ലാൻഡ് ക്രൂസറോ ലെക്സസോ ആക്കുന്നതിന് വേണ്ട എല്ലാ ഫിറ്റ്മെന്റ്സും തൈവാനിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വണ്ടി കണ്ടു. അത് BMW 5 സീരീസ് സെഡാൻ ആണ്. ആ സെഡാൻ 2010 മോഡലാണ്. അതിന്റെ ക്ലാഡിങ്ങും ഫ്രണ്ട് ബമ്പറും ഷോ ഗ്രില്ലും സൈഡ് വ്യൂ മിററും എക്സോസ്റ്റ് പൈപ്സും എല്ലാം M5 മോഡലിലേക്ക് മാറ്റി കൊടുക്കുന്ന വർക്ക്ഷോപ്പുകളുണ്ട്. M5 2 കോടിയിലധികം രൂപ വിലയുണ്ട്. അതേസമയം ഈ പറഞ്ഞ 530 2010 വണ്ടിക്ക് 10 ലക്ഷം രൂപയ്ക്ക് കിട്ടും. അതും ഒരു തട്ടിപ്പാണ്. അപ്പൊ ഈ ഫിലിം സ്റ്റാർസ് ആണ് ഇതിനകത്ത് കൂടുതൽ വീഴുന്ന കാര്യം. അവർക്ക് ഈ ക്രേസ്, വാഹനങ്ങളുള്ള ക്രേസ്, ഇപ്പൊ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു നടൻ, അദ്ദേഹത്തിന് പെട്ടെന്ന് 20 കോടി രൂപയുടെ വണ്ടി മേടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗരാജ് നിറയെ ഇങ്ങനെയുള്ള കാർ കളക്ഷൻ ത്തിന്റെ ക്രേസ് കൊണ്ട് ലോകത്തിലെ എല്ലാ ബ്രാൻഡുകളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവുക, അതൊക്കെ അദ്ദേഹത്തിന്റെ ക്രേസ് ആണ്. അപ്പോ ഇതിന് സംഭവിക്കുന്നത് വെച്ചാൽ അവർക്ക് ഒട്ടും തന്നെ സമയമില്ല. ഇതിന്റെ പിന്നാമ്പുറം പോയി നോക്കുക, ഇതിന്റെ ഫസ്റ്റ് ഓണർ ആരാണ്, എങ്ങനെയാണ് ഇത് വന്നത്, ഇതിന് CCP ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ കസ്റ്റം ഡ്യൂട്ടി അടച്ചിട്ടുണ്ടായിരുന്നോ ഒന്നും ചെക്ക് ചെയ്യാതെ ഈ ലാസ്റ്റ് ഓണർ, ഇപ്പൊ തന്നെ സെക്കൻഡ് ഓണറോ തേർഡ് ഓണറോ ആയിട്ട് കൈ കിട്ടുമ്പം അതിന് തൊട്ട് പിന്നിലുള്ള ഓണറെ മാത്രമേ ഇവർ ശ്രദ്ധിക്കാറുള്ളൂ. അപ്പൊ അവരുടെ കുറ്റമായിട്ടല്ല ഇത് കാണണ്ടേ. ഇതിനകത്ത് ഒരു വലിയ പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. ഇപ്പൊ ഒന്നാമത് വിദേശ രാജ്യങ്ങളിലെല്ലാം ഒരു വണ്ടിയുടെ ചേസിസ് നമ്പർ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമ്മുടെ മോണിറ്ററിൽ വരും ഇത് ആരാണ് ഓൺ ചെയ്തിരുന്നത്, ഏത് കൺട്രി ഓഫ് ഒറിജിൻ ആണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്. അതിന് MVD ഡിപ്പാർട്ട്മെന്റ് കുറെ കൂടി മോഡേണൈസ് ചെയ്യണം, അവരെ ബോധവാന്മാരാക്കണം. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ ഇല്ലീഗൽ ആയിട്ടുള്ള കള്ളക്കടത്ത്, വാഹന കള്ളക്കടത്ത് തടയാനായിട്ട് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റിക്കാർ കുറെ കൂടി ഉണർന്നു പ്രവർത്തിക്കണം. കുറെ പുതിയ സിസ്റ്റംസ് ഉണ്ടാകണം.
അതേപോലെ തന്നെ ഈ ഇടനിലക്കാരിലേക്ക് എത്തേണ്ടത് അത് വളരെ അത്യാവശ്യം തന്നെയാണ്. പക്ഷെ അവരിലേക്കൊക്കെ തന്നെ എത്താൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. വളരെ സ്വാധീനമുള്ള വ്യക്തികൾ തന്നെ ആയിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം ആ പ്രസ് മീറ്റിനിടയിൽ വന്ന ഫോൺ കോളുകളടക്കം അതിന് ഉദാഹരണം തന്നെയാണ്. ഇവരിലേക്ക് എത്തേണ്ടത് ഏറെ പ്രയാസകരമായിട്ടുള്ള ഒരു ജോലി തന്നെയല്ലേ? ഇടനിലക്കാരിലേക്ക് എത്തിയാൽ തന്നെയും അവര് കൈമലർത്തേയുള്ളൂ. കാര്യം അവര് മീഡിയേറ്റേഴ്സ് ആണ്. ഇപ്പൊ എനിക്കൊരു വാഹനത്തിനോട് കൊതിയുണ്ട്, എനിക്ക് നേരിട്ട് അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ OLX കൂടെ കിട്ടത്തില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ അറിയുന്ന ഒരു മിഡിൽ മാൻ ഉണ്ടാവും, യൂസ്ഡ് കാർ ഷോറൂംകാര്. അവരോട് പറയും, ഇപ്പൊ എനിക്കൊരു 190D മെർസിഡസ് ബെൻസിന്റെ ഒരു 190D എന്റെ ഒരു ഡ്രീം കാറാണ്, സ്മോൾ ബേബി ബെൻസ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഡീലറോട് പറഞ്ഞു, എനിക്ക് എവിടെന്നെങ്കിലും ഒരു 190D സംഘടിപ്പിച്ചു തരണം, എനിക്ക് ഇഷ്ടമാണത്. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അയാള് മാർക്കറ്റിലും അയാളുടെ നോഹോ ഉള്ളിടത്തെല്ലാം ചെക്ക് ചെയ്തിട്ട് നല്ല കണ്ടീഷനുള്ള വണ്ടി ഉണ്ടെങ്കിൽ എനിക്ക് തരും, ഇല്ലെങ്കിൽ അയാൾ പറയും കിട്ടാനില്ല എന്ന് തന്നെ തുറന്നു പറയും. അപ്പോ ഇതിനകത്ത് സംഭവിക്കുന്നത് അതൊരു രാജ്യദ്രോഹപരമായ കുറ്റമല്ല മീഡിയേറ്റേഴ്സും ഈ യൂസ്ഡ് കാർ ഷോറൂമും ചെയ്യുന്നത്. അതേസമയം ഇമാതിരി ഭൂട്ടാനിലൂടെയും മറ്റും CCP ഇല്ലാതെ കൊണ്ടുവന്ന വാഹനങ്ങൾ ഒരു ഇല്ലീഗലായിട്ട് ആൾട്ടറേഷൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇതിന്റെ ചേസിസ് നമ്പർ പലപ്പോഴും വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് അത് മായ്ച്ചു കളഞ്ഞിട്ട് അവരുടെ കയ്യിലുള്ള RC ബുക്ക് വെച്ചിട്ടുള്ള നമ്പർ അതിന്മേ അടിച്ചു കയറ്റുക. അതിനുള്ള ടൂൾസ് ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടും. അതേപോലെ തന്നെയാണ് എഞ്ചിൻ നമ്പർ. എഞ്ചിന്റെ കാസ്റ്റ് അയൺ ബ്ലോക്ക് ആണ് മിക്കതിനും ഉള്ളത് പഴയ വാഹനങ്ങൾക്ക്, പ്രത്യേകിച്ചും ലാൻഡ് ക്രൂസറിനും ലെക്സസിനും ഒക്കെ. അപ്പൊ ആ പറഞ്ഞ ബ്ലോക്കിന്റെ മേലെ അടിച്ചേക്കുന്ന നമ്പർ, എഞ്ചിൻ നമ്പരൊക്കെ അവര് മാറ്റാനുള്ള സാധ്യതകളുണ്ട്. അതിനുള്ള നോഹോ എല്ലാ വർക്ക്ഷോപ്പുകാർക്കും ഉണ്ട്. അപ്പോ ഇത് സർവ്വസാധാരണമാവുന്നതിന് മുമ്പ് തന്നെ പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഭാഗ്യം. പക്ഷെ പിടിക്കാതെ പോയ അനേകം കേസുകൾ ഇനി ഇപ്പൊ തെളിവെടുപ്പിലൂടെയും ഇൻവെസ്റ്റിഗേഷനിലൂടെയും വരാനുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.